മോളെ നമുക്ക് കളിക്കാം. അയ്യോ മോളെ, ഡാഡിക്ക് തീരെ സമയമില്ല. നമുക്ക് കളിക്കാം ഡാഡി. മോള് പറഞ്ഞു കേട്ടില്ലേ, ഡാഡിക്ക് ഒരുപാട് ജോലിയുണ്ട്. മോള് പോയി കുളിച്ച് പാല് കുടിച്ച് പഠിക്കാൻ നോക്ക്. ഡാഡി തന്നെ എന്നെ കുളിപ്പിച്ചാ മതി. ഇവളെ വിളിച്ചോണ്ട് പോ. മീനാക്ഷിയമ്മേ, ഇവളെ ഇങ്ങനെ കൂടുതൽ നിർബന്ധം പഠിപ്പിക്കരുത്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതാണോ? ഒരമ്മയില്ലാത്തോണ്ടാ മോളിങ്ങനെ. വാ മോളെ. ആൺകുട്ടിയാ, മാമാന്ന് വിളിച്ച് പിന്നാലെ തൂങ്ങാൻ ഒരാളായി. എന്തുവാടാ, നീയായിരുന്നു? പിള്ളച്ചേട്ടാ തീ. ആരാണ് നീ നിന്റെ കൂടെ വീട് വരെ വരാമോ? നിനക്ക് അവിടെ കിടന്ന് ഉറങ്ങി നാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പോരാ. എന്റെ പൊന്ന് പിള്ളച്ചേട്ടാ, ഞാൻ ആ വഴിക്ക് വരില്ല. അതെന്താ? അവിടെയല്ലേ ഭൂതവും പ്രേതവും വിശ്വാസികളൊക്കെ ഉള്ളത്. ആര് പറഞ്ഞു? പോരാത്തന്ന് വെള്ളിയാഴ്ചയും പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ടൊക്കെ നടന്നു. ഞാൻ പോവാ. നീ പോവാ? നാരായണ 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 നാരായണ. ശങ്കര മനസ്സിന്റെ തോന്നലേ. ചേട്ടാ, ആ ചേട്ടോ അവിടെ നിന്നേ. ചേട്ടോ ചേട്ടോ, ഓ എന്റെ പൊന്നു ചേട്ടാ, ഏതായാലും ചേട്ടനെ കണ്ട നന്നായി. ഞാൻ പേടിച്ചു വരികയായിരുന്നു. എന്താ ഏട്ടാ ഒന്നും മിണ്ടാത്ത? ഒരു സംശയം ചോദിച്ചോട്ടെ, പിന്നെ ഇവിടെ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അതിനെപ്പറ്റി വല്ലതും അറിയാമോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മരിച്ചിട്ട് വർഷങ്ങളായി. മോൻ ഉറങ്ങിയോ? ഞാൻ നാട്ടിലേക്കൊന്ന് പോവുക. എന്റെ വീടും പറമ്പൊക്കെ അവിടെ കിടക്കല്ലേ. അതൊക്കെ അവിടെ കിടന്ന് വെറുതെ നശിച്ചു പോകും. ആര്യാർ ചോദിച്ചിരുന്നു. ഞാൻ പോയി അതൊക്കെ വിറ്റ് കാശ് മേടിച്ചോണ്ട് വരാം. ഏതായാലും ചേട്ടൻ അവിടെ നിന്ന് പോവല്ലേ. പിണക്കവും വഴക്കൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. വീട്ടിൽ കയറി സുമതിക്കും അമ്മയ്ക്കും എല്ലാവർക്കും സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് പോരെ. അല്ല, ഇതാരൊക്കെയായി വരണത്? വരണം വരണം വരണം. മാധവി, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്ക്. മോളും മരുമോനും. നീ വേർക്കുന്നല്ലോടാ. മോളെ, നീ അകത്ത് ചെന്ന് നാരങ്ങ വെള്ളം കൂൾ ഡ്രിങ്ക്സ് ഇട്ട് കൊണ്ടുപോവാ. ഒരെണ്ണം അച്ഛനും. അച്ഛൻ ഉപ്പിട്ടാ മതി കേട്ടോ. അമ്മി, നീ വന്നു മോളെ. ഇതാ. എന്താ മോളെ ഇത്? അമ്മയ്ക്ക് അച്ഛനുള്ള ഉടുപ്പ് കൊണ്ടുപോക്ക. അമ്മി, ഇത്തിരി നാരങ്ങ വെള്ളം വേണം. അമ്മ ഉണ്ടാക്കി തരാം മോളെ. നിന്റെ അമ്മായിയമ്മയ്ക്കൊക്കെ നിന്നെ ഇഷ്ടമാണല്ലോ. അതേ അമ്മേ, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അവരുടെ തഞ്ചത്തിനും തരത്തിനും ഒക്കെ നിന്നോളാം കേട്ടോ. ആരും വെറുപ്പിക്കരുത്. സുമതി, സുമതി. ആരാ സുമതി ഇത്? ഇതോ? ഇതിവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാളവണ്ടിക്കാരൻ ചെറുക്കനാ. ഇവിടുത്തെ എച്ചിൽ നിന്നാ വളർന്നത്. നീ ഇവിടുന്ന് കെട്ടിപ്പറക്കി പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ വലിഞ്ഞു കയറിയത്?
നീ അപ്പുറത്തോട്ട് ചെന്ന് വല്ല കഞ്ഞിയോ വെള്ളമോ വല്ലതും മേടിച്ച് കുടിച്ചിട്ട് പോ. മോനെ, നീ അകത്തേക്ക് പോ. ഈ കാളവണ്ടിക്കാരനൊന്നും കാണണ്ട, ദുശകനാ. വാ. അമ്മേ, ശിവരാമ, ഞാൻ എന്റെ വീടും സ്ഥലമൊക്കെ വിൽക്കാമെന്ന് വിചാരിച്ചു വന്നതാ. സാവിത്രി പറഞ്ഞു ഇവിടെ കയറി അമ്മയുടെ സുമതിയുടെ വിശേഷം അറിഞ്ഞു ചെല്ലണമെന്ന്. സുമതിയുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ അവളെയും ഭർത്താവിനെയും കണ്ടു. ആ, അവളെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ. സാവിത്രിക്ക് എങ്ങനെയുണ്ട്? അവള് പ്രസവിച്ചു, ആൺകുട്ടി. എന്റെ മോളുടെ വിധി ഇങ്ങനെയായി. അച്ഛനില്ലാത്ത കുഞ്ഞുമായി അവൾ എത്ര കാലം അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് അവന്റെ കാല് പിടിച്ചത്. ചേട്ടാ, എന്റെ മോൻ പോയി ചേട്ടാ, എന്റെ മോൻ. നീ അങ്ങോട്ട് ഇറങ്ങി. കുഞ്ഞിന് പനിയും മുട്ടനും തുടങ്ങി. ചെയ്യാവുന്ന മരുന്നും മന്ത്രവും ഒക്കെ ചെയ്തു. ഇന്ന് സന്ധ്യയായപ്പോൾ എല്ലാം കഴിഞ്ഞു. നിന്നെയും കാത്തിരിക്കുക. ഇനിയിപ്പോ വേണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്യാം. ചേട്ടാ, എന്റെ മോനെ കൊണ്ടുപോകരുത് ചേട്ടാ. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകരുത്. ചേട്ടാ, എന്റെ മോനെ. ദുബായ് ക്രീക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കൃഷ്ണകുറുപ്പ്. അൽ ഫത്തഹ അൽ ഖൈർ റിയാൽ സൽഫി അൽ അലവലാദിൽ സഫ വാലിദിൽ വാലുദിന നിസാത്തുൽ ജുഹറ. ഈ അറബിക്ക് എന്ത് പിരാന്ത്. കഴിഞ്ഞ മാസമല്ല ഞാൻ ഇവിടുന്ന് 300 വരെ അയച്ചു കൊടുത്തു. ഈ മനുഷ്യരെയൊക്കെ ഇയാളെന്ത് ചെയ്യണം? കുർബ വെച്ച് തരുന്നത്. അൽ ഫത്തഹ ആളെയൊക്കെ അയക്കാം, പക്ഷെ 10,000 തരക്കാൻ ശമ്പളം കൊടുക്കണം. ആട്ടെ അറബി 10,000 രൂപയല്ലേ തന്നിട്ടുള്ളൂ. 5,000 രൂപയുടെ വേഗം കൊണ്ടു. അടുത്ത പ്ലേനിൽ തന്നെ തന്നെ. ബാക്കി 10,000 രൂപ. 2 rupees. നീ ആടാൻ വിട്ടുക്കാൻ. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? മസ്കറ്റ്. മസ്കറ്റ്.
ജോലി അറിയാം? മസ്കട്ടും ഹെയർ കട്ടും കൊള്ളാം. നിന്നെ അങ്ങോട്ട് തന്നെ അയച്ചേക്കാം. നാളെ തന്നെ പോയി പ്ലെയിനിൽ കയറി. സാർ എങ്ങനെയാ കയറേണ്ടത്? ഏണി വെച്ച്. പിന്നെ അല്ലാതെ എവിടെന്നാ കയറേണ്ടത്? ബസ് സ്റ്റാൻഡിൽ. അല്ല പ്ലെയിൻ ഇറങ്ങാതെ പോയി കയറി പോവാ. വേഗം അതിലെ പ്ലെയിൻ വിട്ടു ഞാൻ പറഞ്ഞു കച്ചല്ലേ. ഇവിടെ കുറുപ്പേ, വിമാനത്തിൽ കയറാൻ താൻ തന്ന ടിക്കറ്റ് പഴയതാ. ആര് പറഞ്ഞു? ഞാൻ ഇതുകൊണ്ട് വിമാനത്തിൽ കയറാൻ ചെന്നപ്പോ അവരെന്നെ പിടിച്ച് പുറത്താക്കി. താൻ ഏത് വിമാനത്തിനാ കയറാൻ ചെന്നേ? തിരുവനന്തപുരത്ത്. നിന്നോടാണ് തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞത്? എന്നോട് ദുബായിക്ക് പോകാനല്ലേ പറഞ്ഞത്? തന്റെ വളച്ചിലൊന്നും എന്നോട് വേണ്ട. താൻ കറക്ക് കമ്പനിയാ. എനിക്ക് ദുബായിലും പോണ്ട, എങ്ങും പോണ്ട. എന്നോട് വാങ്ങിച്ച കാശിന് തിരിച്ചു തന്നാ മതി. കാശോ? ആ, തനിക്ക് മലയാളം വായിക്കാൻ അറിയാം? ഉം. അതങ്ങോട്ട് നോക്കി. ആരാ എങ്ങോട്ടാ? തന്നല്ലേ? ഇങ്ങനെ മനസ്സിലായില്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഓർമ്മയുണ്ടോ? പൈസയോ? ഞാനോ? എന്റെ പൊന്ന് സാറേ, അച്ഛനാണ്, അയ്യപ്പ സ്വാമിയാണ്. ഇതിന്റെ പേര് പറഞ്ഞ് ഞാനൊരു 10 നയാ പൈസ ആരോടും മേടിച്ചിട്ടില്ല. ഇതൊരു സേവനം. മനസ്സിലായി? തന്നെ അവസ്ഥ എത്തിക്കുന്നു. എന്നെയോ? എന്തിന്? അതെ, പോലീസിനെ ചെന്നിട്ട് പറയാം. വേഷമൊക്കെ കൊള്ളാം. യഥാർത്ഥ പോലീസാണ് ഞാൻ എങ്ങനെ അറിയുന്നത്? വല്ല നാടക കമ്പനിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നാണെങ്കിലോ? യഥാർത്ഥ പോലീസ് എന്റെ ഓഫീസിലെ ഏവാനന്മാർ ആദ്യമായിട്ട് വരികയല്ലേ. ഇങ്ങോട്ട് ഇരുന്നാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. കയറോളെ. ഇറങ്ങോളെ. വാ. ഇവിടെ ആരും ഇല്ലേ? എന്റെ കാറിൽ ഒഴിക്കാൻ കുറച്ച് വെള്ളം വേണം. ഞാൻ കൂടി എടുത്തോളാം. അയ്യോ മോളെ വേണ്ട, വീഴും. ഞാൻ പോരുത്തരാം.
അല്ല സാറെന്താ ഇവിടെ? കാറിന്റെ നേരിട്ടൊരു വെള്ളം നിറഞ്ഞു, കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതെന്റെ വീടാ. ഇതെന്റെ പെങ്ങളാ. സാറ് കയറി ഇരുന്നാട്ടെ. ഇല്ല ശിവരാമ, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. മോൾ സ്കൂളിലാക്കണം. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. സാർ എന്റെ വീട്ടിൽ ആദ്യം വരികയല്ലേ, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. വാമോളെ. ബിന്ദുമോൾ എത്രയല്ല പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോളുടെ അമ്മയുടെ പേരെന്താ? എനിക്ക് അമ്മയില്ല, എന്റെ അമ്മ മരിച്ചുപോയി. ബിന്ദുമോളെ വാ പോവാം. വരുന്നു ഡാഡി. ഞാൻ പോട്ടെ ആന്റി. മോളെടുത്തോ. വരട്ടെ ആന്റി. വാ മോളെ. വരട്ടെ ശിവരാമ. വണ്ടിയുടെ കുഴപ്പമൊക്കെ തീർന്നോ സാറേ? ഒത്തിരി ദൂരം പോകണ്ടതല്ലേ? തീർന്നു. എന്ന് ഞാൻ വരട്ടെ. മോളെ ആനിക്ക് തേറ്റ കൊടുക്ക്. മോളെ ഇനിയും വരണം കേട്ടോ. ടാറ്റ ആന്റി. നല്ല മനുഷ്യനാ, പണക്കാരനാണെന്ന ഭാവമേ ഇല്ല. പാവം, ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചുപോയി. ഡാഡി, ഡാഡി, നമ്മൾ ഇന്നാള് പോയില്ലേ ആ ആന്റിയുടെ അടുത്ത് പോകാം. മോൾ അവരെ മറന്നില്ലേ? അവൾ ഒരുപാട് ദൂരമില്ലേ മോളെ? എന്നാ ഡാഡി ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. ആ ആന്റി എനിക്ക് വലിയ ഇഷ്ടാ. ആ ആന്റി ഇവിടെ വന്നാ എന്നെ കുളിപ്പിക്കൂ, എനിക്ക് ചോറ് തരൂ. ഞാൻ ആന്റിയുടെ കൂടെ ഉറങ്ങും. മോളെ മോളെ മോളെ. ഡാഡി, ഡാഡി, ആന്റി ഇവിടെ. ആന്റി. ആന്റിയോ? ആ ആന്റി ഇവിടെ വന്ന് എന്നെ എടുത്ത് ഉമ്മ വെച്ചു. മോള് സ്വപ്നം കണ്ടതാണ്. കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ശിവരാമനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താണ് സാർ? ശിവരാമ, എന്താണെങ്കിലും സാറിന് എന്നോട് പറയാമല്ലോ. എന്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോഴാണ് എന്റെ മോൾക്ക് ഒരമ്മ വേണമെന്ന് തോന്നി തുടങ്ങിയത്. ഞാനത് മനസ്സിലാക്കണ്ടേ? ഒരായക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. എന്റെ മോൾക്ക് ഒരമ്മ വേണമെങ്കിൽ വീണ്ടും ഞാൻ വിവാഹം ചെയ്യേണ്ടി വരും. അത് വേണ്ടതാണ് സാർ. ഈ ബംഗ്ലാവിലെ സാറും മോളും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്ര കാലം കഴിയും? സാർ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ മോളെ മഠത്തിൽ അയക്കേണ്ട കാര്യമില്ലായിരുന്നു. അമ്മയും മോളും സാറിന്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞാല്. കൊള്ളാവുന്ന എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം സാർ. ശിവരാമ, വലിയൊരിടത്തു നിന്നൊരു പെണ്ണെ കിട്ടാൻ എനിക്ക് വിഷമമില്ല. പക്ഷെ എന്റെ മോള് ഒരമ്മയെ കണ്ടെത്തിയത് അങ്ങനെ ഒരിടത്തു നിന്നല്ല, പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നാണ്. അങ്ങനെയുള്ള അടുത്ത് പോയി ഒരു പെണ്ണ് ചോദിച്ചാൽ അവർക്കെന്ത് തോന്നും? അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ മറ്റോ ആണോ എന്ന് അവർ തെറ്റിദ്ധരിക്കില്ലേ? അയ്യോ, സാറിനെ കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നും തോന്നൂല. അവരൊക്കെ അതൊരു ഭാഗ്യമായിട്ടേ കരുതൂ. ശിവരാമന് എന്നെ കുറിച്ച് അങ്ങനെ വല്ലതും തോന്നുമോ? എനിക്കോ? ഞാൻ എപ്പോഴും സാറിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കൂ. എങ്കിൽ എന്റെ മോളുടെ അമ്മയായി എന്റെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ശിവരാമന്റെ പെങ്ങളാണ്.
ശ്രീരാമൻ ഇഷ്ടമല്ലേ? സാവിത്രിയെ എനിക്ക് വിവാഹം കഴിച്ചെന്നൂടെ? എനിക്കൊന്ന് ആലോചിക്കണം സർ. മതി, ആലോചിച്ച് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം ശ്രീരാമൻ സമ്മതിച്ചാൽ മതി. ഞാൻ എന്റെ പെങ്ങളെ സാറിന് വിവാഹം കഴിച്ചു തരാം. എനിക്ക് സമ്മതമാണ് സർ. എനിക്ക് സമ്മതമല്ല. സാവിത്രി, നീ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. എന്താലോചിക്കാനാണ്? ഇങ്ങനെയൊന്ന് ആഗ്രഹിക്കാൻ എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? ചേട്ടനൊന്ന് ഓർത്തു നോക്ക്. ഞാനൊരു വീട്ടു ജോലിക്ക് നിന്നു. അവിടെ ഒരാളിനെ ചതിച്ചില്ലേ? ഞാൻ അയാളുടെ കുഞ്ഞിന്റെ അമ്മയായി. ഇതൊക്കെ അറിയാവുന്ന ചേട്ടനാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ വേണമെന്ന് പറയുന്നത്. സാവിത്രി, നീ നിന്റെ കഴിഞ്ഞ കാലം മറക്കണം. നമ്മൾ ആരോട് ഓർക്കാൻ പാടില്ല. നീ ഒരു പുതിയ ജീവിതം തുടങ്ങണം. എന്റെ ആഗ്രഹമാണ് മോളെ. ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ചേട്ടനതൊക്കെ പറയുന്നത്. അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരാണെന്ന് അയാൾ മനസ്സിലാക്കിയാൽ എന്തായിരിക്കും എന്റെ ജീവിതം? അതാരും അറിയാൻ പോകുന്നില്ല. സുരേന്ദ്രൻ ഒരിക്കലും വിശ്വാസ സാറിനെ കണ്ടുമുട്ടില്ല. നീ ഞാനും പറയാതിരുന്നാ മതി. അങ്ങോട്ട് നിന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അവിടെ നമ്മളെ ആരും അറിയില്ല. നീ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. ഇല്ല ചേട്ടാ, അയാളെ കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഒരു വഞ്ചന ചെയ്തിട്ട് അയാളുടെ ഭാര്യയായി അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. കഴിയണം. നിനക്കൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെപ്പോലെ തെറ്റുപറ്റിയ എത്രയോ സ്ത്രീകൾ അതെല്ലാം മറന്ന് സുഖമായി ജീവിക്കുന്നു. തെറ്റുകളെ ഓർത്ത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അതെല്ലാം മറന്ന് ജീവിക്കുന്നതാണ്. വേണ്ട ചേട്ടാ, വേണ്ട. ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട. സാവിത്രി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. എന്തൊക്കെയായാലും എവിടെയെങ്കിലും നീ സുഖമായിട്ട് ജീവിച്ചാൽ മതി. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഇല്ല ചേട്ടാ, ഇല്ല, എനിക്കത് കഴിയില്ല. തോണി ഓ, നിനക്ക് തോന്നിയ പോലെ ജീവിച്ചോ. ഞാൻ എവിടെയെങ്കിലും പോവാം. നിനക്ക് ഈ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാനെന്തിനാ? ഒരു നല്ല സ്ഥലത്ത് ഒരു നല്ല ആലോചന വന്നപ്പോ നിനക്കത് വയ്യ, നിനക്കത് വേണ്ട. എടീ, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടേ ജീവിച്ചു, അറിയോ? നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഓടി ഓ, നിനക്ക് തോന്നിയ പോലെ ജീവിച്ചു ഓ. ചേട്ടാ, ഞാൻ കാരണം ചേട്ടൻ വിഷമിക്കരുത്, വേദനിക്കരുത്. ചേട്ടന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്നെക്കുറിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും ചേട്ടൻ എടുക്കണം. ഞാനിതനുസരിക്കാം.